ഞാൻ ദുബായിലേക്ക് വരുമ്പം ഞാൻ പഠിക്കാനായിട്ടാണ് വരുന്നത്. അയാട്ട ക്യാബിൻ ക്രൂ ഏവിയേഷൻ കോഴ്സും പാസഞ്ചർ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസും ആണ് ഞാനിവിടെ പഠിക്കാൻ വരുന്നത്. ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് എനിക്കിതിൻ്റെ ഒരു സ്കോപ്പോ അല്ലെങ്കിൽ പോസിബിലിറ്റീസോ ഒന്നും അറിയാതെയാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്ന ശേഷം എൻ്റെ വിചാരം ആദ്യത്തെ 1, 2 ആഴ്ചയൊക്കെ എൻ്റെ വിചാരം ഓക്കെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്താൽ എനിക്ക് എല്ലാ എയർലൈൻസും ജോലി ഓഫർ ചെയ്യും. വാ മകളെ ഇവിടെ കയറിയിരിക്കും, ഈ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ ക്രൂ ആവ്, നിന്നെ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയുന്നതാണ് എൻ്റെ വിചാരം. പക്ഷേ കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് ഭയങ്കര സ്കില്ലും കോൺഫിഡൻസും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഷാർജ എയർപോർട്ടിൽ ജോലിക്ക് കയറുന്നു. ജോലിക്ക് കയറി അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് അവിടെ പറ്റാത്തൊരു പൊസിഷനിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും എനിക്ക് ഞാൻ നാളെ എന്താവും, ഒരുപാട് പേര് എൻ്റെ ചുറ്റും സ്ട്രഗിൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. നാളെ എന്താവുന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ താങ്ങാൻ എൻ്റെ പാരൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്നറിയില്ല, അങ്ങനെ കിട്ടിയ ജോലിയാണ് ഞാനിപ്പോൾ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഈ പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു ക്യാബിൻ ക്രൂ അവൻ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഇരിക്കുന്ന ആൾക്ക് ഒട്ടും സ്ട്രഗിൾ ചെയ്യാണ്ട് ദൈവം ഒരു കാര്യം കയ്യിൽ കൊണ്ട് വെച്ച് തരിക എന്ന് പറയുന്ന പോലെയായിരുന്നു എനിക്ക് ഈ ജോലി കിട്ടിയപ്പോൾ. സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷേ ഇവിടെ ദുബായിൽ ഞാൻ കണ്ട ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒട്ടും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ മേ ബി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സപ്പോർട്ടിന് എനിക്കിവിടെ പാരൻസും റിലേറ്റീവ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ ജോലി കിട്ടിയ ശേഷമാണ് ഞാൻ പതുക്കെ വേറെ സ്ഥലത്തേക്ക് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ജോലി കിട്ടിയ സ്ഥലത്തേക്ക് വന്നതെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്ന് എനിക്ക് ഡ്യൂട്ടിയുള്ളൊരു ദിവസമാണ്. ഡ്യൂട്ടിയുള്ള ദിവസം ഞാൻ രാവിലെ ചായ വെക്കുന്നു, ഫുഡ് വെക്കുന്നു, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിലും ഫുഡ് വെച്ചത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ കരുതി ചായ വെച്ച് കുടിക്കാം. അതാണ് ഞാൻ ഈ ചായ വെക്കുന്നത്. കാരണം ഞാൻ മുട്ടച്ചോറൊറ്റ ഉണ്ടാക്കാൻ നോക്കിയതാണ്. അത് ഈ ലൈം റൈസ് ആയിപ്പോയി. അത് തിന്നാൻ കഴിയൂല. അത് ഞാനിങ്ങനെ കഴിക്കാൻ എടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് കഴിച്ചിട്ടില്ല. കഴിക്കാണ്ട് ഞാനത് അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് കൊട്ടയിൽ കളയുക ചെയ്തത്. അതിനൊരു പുളിയോ, ഞാൻ നാരങ്ങയും ഇട്ടില്ല, പക്ഷേ എന്താണെന്നറിയില്ല അതിനൊരു പുളിയോ ചവർപ്പോ എന്തൊക്കെയായിരുന്നു. അത് തിന്നാൻ കഴിയില്ലായിരുന്നു. ചായ കുടിക്കാത്ത ഞാൻ എന്നിട്ട് ചായ ഇട്ട് കുടിച്ചു. എന്തെങ്കിലും തിന്നല്ലേ കഴിയോ, വേറെ ഒന്നുമില്ലായിരുന്നു. ഫ്രിഡ്ജൊക്കെ കാലിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഗൈസ് ഞാൻ ആകാശത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് കണ്ടു. ഒന്നല്ല, ഒരുപാട് കണ്ടു. കാരണം എൻ്റെ റൂം ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ് പോകുന്നത് കാണും. അപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരാണ്. ആ ഫ്ലൈറ്റ് കണ്ടോ, ഈ ഫ്ലൈറ്റ് കണ്ടോ. എനിക്ക് എമിറേറ്റ്സിൻ്റെ ഒരുപാട് ഫ്ലൈറ്റ് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുമെങ്കിലും എനിക്ക് അത്ര എയർബസ് 380 എന്നൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചേരം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സഖി ഞാൻ പണ്ട് വരച്ചൊരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടു തന്നു. പിന്നെ അവൻ എനിക്ക് നാരങ്ങ വെള്ളം കൊണ്ടു തന്നു ഛർദ്ദിക്കാൻ വന്നിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ലേ പാകിസ്ഥാനി സ്വീറ്റ്സ്, അത് കണ്ടിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് അവൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് എനിക്ക് കൊണ്ടു